എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പന്നിയിറച്ചിയാണ് കറി വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ 1 കിലോ പന്നിയിറച്ചി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ഭാഗം നമ്മൾ എടുത്തിട്ട് നെയ്യ് ഒന്ന് ഉരുക്കി എടുക്കുന്നുണ്ട്. കാരണം ഓവറായിട്ട് തോൽക്കണ്ട ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ചൂടായ ഒരു പാനിലേക്ക് നമ്മൾ കുറച്ച് തോൽക്കണ്ട മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് ചൂടൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പതിയെ നെയ്യൊക്കെ ഉരുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ടോ, നെയ്യ് ഇങ്ങനെ അതിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുറച്ചെടുത്ത് മാറ്റി വെക്കാം. നമുക്ക് വീട്ടിൽ ഇത് കഴിഞ്ഞ് ചോറൊക്കെ കടുക് താളിച്ച് കഴിക്കാൻ, അതുപോലെ കാലിന് ഉപ്പൂറ്റിയൊക്കെ വിണ്ട് കീറുന്നതിന് നമുക്ക് ഇരട്ടാനൊക്കെ അടിപൊളിയാണ് കേട്ടോ ഈ പന്നിയുടെ നെയ്യെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ ഇനി പാചകത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തോൽക്കണ്ട ഒരുക്കിയ ശേഷം ബാക്കി എല്ലാം ഒരുമിച്ച് നമ്മൾ എടുത്തു. അതിലേക്ക് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ നമ്മൾ ചതച്ച് ചേർക്കുകയാണ് കേട്ടോ. സാധാരണ നമ്മൾ ബീഫ് കറി വെക്കുന്ന പോലെ തന്നെയാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടിയും അതുപോലെ അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ കുക്കറിൽ വെച്ചിട്ട് നന്നായിട്ട് ഒരു 10 വിസിലോട് അടുപ്പിച്ചിട്ട്, പന്നിയിറച്ചി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വേഗണം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് സ്കിന്നിന് അല്ലെങ്കിൽ മറ്റ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യത. അതുകൊണ്ട് പന്നിയിറച്ചി എപ്പോഴും നന്നായിട്ട് വെന്ത് മാത്രമേ കഴിക്കാവൂ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഒരു 8 to 10 വിസിൽ വരെ അടിക്കട്ടെ. ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇതിൻ്റെ മസാലകൾ നമ്മൾ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പോർഷൻ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ, മിസ്സായി പോയി. അപ്പോൾ എണ്ണ ഒഴിച്ച് കടുക് താളിച്ച് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ ചെറിയ ഉള്ളി പച്ചമുളകും കൂടെ നമ്മളിട്ട് വഴറ്റിയതാണ്. അതിലേക്ക് നമ്മൾ സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു വലിയൊരു സവോള നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ട് ഒരു ബ്രൗൺ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ വാടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം ഓൾറെഡി നമ്മൾ ഇതിൽ പോർക്കിൽ മഞ്ഞൾ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്ര മതിയാവും. ഇതൊന്ന് നന്നായിട്ട് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്കിനി ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു വലിയ തക്കാളി നമ്മൾ നീളത്തിലരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയാണ്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് ഇതിൻ്റെ കൂടി ഒന്ന് ചേർന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ നമ്മൾ പൊടികളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ഇട്ടായിരുന്നു. പിന്നെ നമ്മൾ ഗരം മസാലയും പിന്നെ നമ്മൾ മീറ്റ് മസാലയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് കേട്ടോ. സാധാരണ നമ്മൾ മീറ്റൊക്കെ മേടിക്കുന്ന കൂടെ പോർക്കിൻ്റെ മസാല കിട്ടാറുണ്ട്. നമ്മൾ മീറ്റ് മസാല തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്നതായിട്ട് നമുക്കൊന്ന് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കുന്നത്, അടി കരിയാതെ കൊണ്ട്. ആ സമയത്ത് നമ്മുടെ കുക്കർ ഒന്ന് തുറന്നു കൊടുക്കാം. എന്താണ് അവസ്ഥ എന്നറിയാലോ, അടിപൊളി മണം വരുന്നത് കേട്ടോ. നമ്മുടെ പോർക്കൊക്കെ നല്ല വെന്ത് സൂപ്പറായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എനിക്ക് വായിൽ നല്ല വെള്ളം ഊറുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ നമ്മൾ റെഡിയായി സെറ്റായിരിക്കുന്ന മസാലയിലേക്ക് നമ്മൾ ഇതങ്ങോട്ട് നിറയ്ക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കുക്കറിനകത്ത് നേരെ ഇതിനകത്ത് ഇട്ടു. ഇനി നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഈ ഗ്രേവിക്കകത്തോട്ട് നമ്മുടെ ഈ മസാല എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വറ്റി ഏകദേശം ഈ പരുവായി വന്നു കഴിയുമ്പോഴാണ് കറക്റ്റ് കറി സെറ്റ് ആവുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ